ബിരിയാണി മലയാളികളുടെ മനസ്സിൽ രാജകീയമായി ഇരിക്കുന്ന ഒരു വിഭവം. വിവാഹം മുതൽ ചെറിയ ആഘോഷം വരെ ബിരിയാണി ഇല്ലാതെ ഒരു വിരുന്നും പൂർത്തിയാകില്ല. പക്ഷേ ഈ രുചിയാത്ര എവിടെ നിന്നാണ് തുടങ്ങിയത്? ബിരിയാണിയുടെ കഥ പേർഷ്യയിൽ നിന്ന് തുടങ്ങുന്നു. ബിരിയാണി എന്ന പദത്തിന് ചുട്ടെടുക്കുക എന്നാണ് അർത്ഥം. അരിയും ഇറച്ചിയും മസാലകളും ചേർത്ത് പാളികളാക്കി പാകം ചെയ്യുന്ന രീതിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് മുഗൾ ഭരണാധികാരികൾ ഇന്ത്യയിലെത്തിയപ്പോൾ അവർ ബിരിയാണിയെ രാജകീയ അടുക്കളയുടെ പ്രിയപ്പെട്ട വിഭവമാക്കി. മുഗൾ കിച്ചൺസിലാണ് ആദ്യമായി വലിയ തോതിൽ വിവിധ മസാലകളും ഇറച്ചികളും ചേർത്ത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ബിരിയാണി പാകം ചെയ്തത്. കാലക്രമേണ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ അവരുടെ സ്വന്തം സ്പർശം ചേർത്തു. അതിനാലാണ് ഇന്ന് കേൾക്കുന്നത് ഹൈദരാബാദി ബിരിയാണി, ലക്നൗ ബിരിയാണി, ഡൽഹി ബിരിയാണി എന്നിങ്ങനെ. കേരളത്തിലേക്ക് ബിരിയാണി എത്തിയത് അറേബ്യൻ വ്യാപാരികൾ വഴിയാണ്. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ പോലുള്ള തീരപ്രദേശങ്ങളിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഭക്ഷണശൈലിയിൽ അത് പ്രധാന സ്ഥാനമെടുത്തു. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായത് കോഴിക്കോട് ദം ബിരിയാണിയും തലശ്ശേരി ബിരിയാണിയുമാണ്. ഇവയിൽ ബസ്മതി അരിക്ക് പകരം ഉപയോഗിക്കുന്നത് കൈമരിയാണ്. അതിൻ്റെ സുഗന്ധവും മൃദുവും ചേർന്നാണ് പ്രത്യേക രുചി ഉണ്ടാകുന്നത്. അതിനാൽ ബിരിയാണിയും വെറും ഒരു വിഭവമല്ല, അത് നമ്മുടെ ചരിത്രവും സംസ്കാരവും വൈവിധ്യവും പകർന്നൊരു രുചിയാത്രയാണ്. അടുത്ത് നിങ്ങൾ ബിരിയാണി കഴിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ഈ സമ്പന്നമായ കഥയും ഓർക്കൂ.